ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരുടെയും ഫേവറേറ്റായ ചിക്കൻ ബിരിയാണിയാണ്. പലരും ഒന്ന് ട്രൈ ചെയ്യാൻ മടിക്കുന്ന ഒരു വിഭവം കൂടിയാണ്, കാരണം കറക്റ്റായിട്ട് കിട്ടുമെന്നുള്ള ഒരു പേടിയുണ്ട്. പക്ഷേ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് മിനിമം ഗ്യാരൻറ്റിയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണി. നോക്കിയാലോ. ആദ്യം നമുക്ക് രണ്ട് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കനം കുറച്ച് അരിഞ്ഞിട്ട് അത് നമുക്ക് എണ്ണയിൽ നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് സവാള വറുത്തെടുക്കണം. സവാള നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിങ്ങനെ വറുത്തതിങ്ങെടുക്കാം. ഒരുപാട് കരിയരുത്, ഈ ഒരു കളറിൽ തന്നെ കിട്ടുമ്പോൾ ഇങ്ങനെ എടുക്കണം. ഒന്ന് നിരത്തി കുറച്ച് നേരം വച്ചേക്കാം. ബിരിയാണിക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. അത് ഫ്ലേവറും ഒക്കെ കറക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ജീരകശാല അരി തന്നെ മേടിക്കാം. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും. ഇതിപ്പോൾ ഞാൻ 3 കപ്പ് അരിയാണ് എടുക്കുന്നത്. 3 കപ്പ് അരിക്ക് നിങ്ങൾ 6 ഗ്ലാസ് വെള്ളവും പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെയാണ് ചേർക്കേണ്ടത്. ഇത് കഴുകിയെടുക്കാം. നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കൊന്നും വേണ്ട. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളം തിളച്ച വെള്ളമാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് വാഷ് ചെയ്ത് എടുക്കാം. 3 കപ്പ് അരി. ബിരിയാണിക്ക് വേണ്ടിയുള്ള റൈസ് നമുക്ക് റെഡിയാക്കി എടുക്കാവേ. ആദ്യം ചുവട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. ഞാനിപ്പം കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവറും കൂടാണ് ചേർക്കുന്നത്. കുറച്ച് എണ്ണയും കൂടെ ചേർക്കാം. ഇതിലേക്ക് ആദ്യം പെരുംജീരകം, മുഴുവൻ പെരുംജീരകമാണ്, ഏകദേശം 3/4 സ്പൂണുണ്ട്. അതിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ജാതിപത്രി ഞാനൊരു 4 പീസോളം ഇട്ടിട്ടുണ്ട്. പിന്നെ കറുവപ്പട്ട, 10 ഏലക്ക, വഴനയില, 8-9 ഗ്രാമ്പൂവും പിന്നെ സ്റ്റാറും. ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന ജീരകശാല അരിയാണ്. അതൊരു 3 കപ്പാണ് ഞാൻ പറഞ്ഞല്ലോ. അത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഈ അരി ഒന്ന് വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റ് വറുത്താൽ മതിയാകുമേ. ഈ 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ചേർക്കുകയാണ്. 3 കപ്പ് അരിയാണ്, അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്താൽ മതിയാവും. പിന്നെ ഒരു 1/4 കപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല വെട്ടി തിളച്ച വെള്ളമാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരിയേക്കാളും ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വെള്ളത്തിന് ഉപ്പിൻ്റെ അംശം കൂടുതലായിരിക്കണം. ആ കണക്കൊന്ന് നോക്കിയാൽ മതിയാകും. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിത് അടച്ച് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കി ഇളക്കി കൊടുക്കണം. കറക്റ്റ് വേവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ചോറ് റെഡിയായോ നോക്കാം. ചോറ് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് മാറ്റി വെച്ചിട്ടിനി നമുക്ക് ചിക്കൻ്റെ മസാല ഉണ്ടാക്കാം. ചിക്കൻ മസാലയ്ക്ക് വേണ്ടി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ സവാള വറുത്ത ആ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനൊപ്പം കുറച്ചുകൂടി ഞാനിപ്പോൾ സൺഫ്ലവറാണ് ഒഴിക്കുന്നത്. അതോടെ ചേർക്കാം. ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചോറ് റെഡിയാക്കിയപ്പോൾ ഇട്ടായിരുന്നു. ഒരുമിച്ച് തന്നെ ചെയ്ത് വെച്ചാൽ ഈസി ആയിട്ട് സമയത്ത് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിലേക്ക് നമുക്ക് ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക്
4-5 ഏലക്കായും കറുവപ്പട്ടയും ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒരു 3 നീളത്തിൽ അരിഞ്ഞതാണ്, അതോടെ ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റണം. ശകലം ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയാൽ മതിയാകും. 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കളർ മാറി വരട്ടെ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള വഴണ്ട് വരുമ്പോഴത്തേക്കും 2 തക്കാളി നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നു. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാവേ. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 1/2 സ്പൂൺ, ചെറിയൊരു സ്പൂണാണ്. മല്ലിപ്പൊടി 1 സ്പൂൺ, 3/4 സ്പൂൺ ഗരം മസാല, ഇല്ലെങ്കിൽ ബിരിയാണി മസാല 1 സ്പൂൺ ചേർത്താൽ മതിയാകും. ഇത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു ചെറിയ പീസ് നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കാവേ. കുരു വീഴാതെ നോക്കണം. 2 സ്പൂണ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെയും തക്കാളിയുടെയൊക്കെ പുളി ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് 2 സ്പൂണേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾ തക്കാളി കുറച്ചാണ് ചേർക്കുന്നതെങ്കിൽ തൈരിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിക്കാം. വെള്ളമൊന്നും ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഉപ്പുണ്ടോയെന്ന് ഈ സമയം ഒന്ന് നോക്കിക്കൊള്ളേ. ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. മസാല റെഡിയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് വേവിച്ച് വെച്ച് ചോറും കൂടി ചേർത്ത് ഒരു ചെറിയ ദം കൊടുക്കണം. അത് ചെയ്യാം. അതിനു മുമ്പ് ഇതിൽ നിന്നൊരു ഹാഫ് ഭാഗം നമ്മൾ മാറ്റി വയ്ക്കണം. നമുക്ക് ചെറിയൊരു ലെയർ ഉണ്ടാക്കി വയ്ക്കാനാണ്. അതുകൊണ്ട് നമുക്കിതിൻ്റെ ഹാഫ് പോർഷൻ മാറ്റി വയ്ക്കാം. നമുക്കിതിൻ്റെ പുറത്തേക്ക് ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. ബാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കാം. അടുത്ത ലെയർ ചോറുകൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിന ഇലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാവേ. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കൂടി ഇതിലേക്ക് ചേർക്കാം. കുറച്ച് നെയ്യും കൂടി നമുക്കിതിൻ്റെ പുറത്തിടാം. ഇനി നമുക്കൊരു ചെറിയ ദം കൊടുക്കാനുണ്ട്. ലോ ഫ്ലെയിമിൽ നമ്മളൊരു 10 മുതൽ 15 മിനിറ്റ് വരെ മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.